സൃഷ്ടിപരമായ കാഴ്ചപ്പാടുകൾ കൊണ്ടും വ്യത്യസ്തമായ യുവ ഡിസൈനുകൾ കൊണ്ടും നമുക്കെല്ലാം ശ്രദ്ധേയമായ ഒരാളാണ് ഇന്ന് എന്നോടൊപ്പം ഐൻസ്റ്റൈൻസിലുള്ളത്. അവാർഡ് നോമിനിയും അതുപോലെ തന്നെ സീബ്ര ഡിസൈൻസിന്റെ സിഇഒയുമായ ഗൗതം രഘു സാറാണ് ഇന്ന് ഐൻസ്റ്റൈൻസിലുള്ളത്. സർ നമസ്കാരം. സർ, ഇപ്പം നമുക്കറിയാം നമ്മളിപ്പം ജീവിക്കുന്ന ഒരു ജെൻസി വേൾഡിലാണല്ലേ. അപ്പം ഓരോ ദിവസവും നമുക്ക് അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം UI/UX ഡിസൈനർ ആയ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ഡിസൈനുകൾ ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു പടിക്ക് മുന്നിൽ നിങ്ങളുടെ ഡിസൈൻ നിന്നാലാണ് നിങ്ങളുടെ ഡിസൈൻ പോപ്പുലർ ആവും. അപ്പം ഇപ്പം ഈ ഒരു കരിയറിലേക്ക് വരുന്ന ഒരാൾക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്? ടൈപ്പോഗ്രഫി, കളർ, സ്പേസിങ് എന്നുള്ള ജസ്റ്റ് ഒരു ബേസിക് പഠിക്കുക. ജസ്റ്റ് വിഷ്വൽ ഡിസൈൻ സ്പീക്സ് പിന്നെ നടന്ന് ടൂൾസ് ഇപ്പോൾ ബേസിന്റെ നമുക്ക് അത്യാവശ്യം ട്രെൻഡിങ് പോകാം. അത് അത്യാവശ്യം ലേൺ ചെയ്യുക, ബേസിക് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ അതിന് യൂസറിന്റെ പ്രോബ്ലം മനസ്സിലാക്കുക, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക. ദെൻ പ്രോട്ടോടൈപ്പ് ചെയ്യുക. പിന്നെ ക്ലയന്റ് ഒരു ഡീൽ നമ്മൾ ചെയ്ത സാധനം ക്ലയന്റിനെ ഷോക്കേസ് ചെയ്ത് അത് ഹൗ ഇറ്റ്സ് വർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ UI/UX ഡിസൈനുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഗ്രി അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആക്ച്വലി ഇറ്റ്സ് ഡിപ്പെൻഡ്. ലൈക്ക് നമ്മളൊരു MNC പോലൊരു കമ്പനി MBA നോക്കുകയാണെങ്കിൽ ഗ്രാജുവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം നമ്മളൊരു സ്റ്റാർട്ടപ്പിലോ ഒരു സർവീസ് ബേസ്ഡ് പോകണമെങ്കിൽ ഗ്രാജുവേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. അവിടെ സ്കിൽസ് ആണ് നോക്കുന്നത്, ലൈക്ക് സ്പീഡ്, ഈ കാര്യങ്ങളാണ് നോക്കുന്നത്. പക്ഷെ നമ്മളൊരു ഹയർ MNC ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഗ്രാജുവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഭയങ്കര ഒരു കോമ്പറ്റേറ്റീവ് ഒരു എന്താ പറയുക ഒരു സാധനമാണ് UI/UX ഡിസൈനിങ് എന്നൊക്കെ പറയുന്നത്. അന്നേരത്തേക്കിനും നമ്മളിപ്പം നിങ്ങളെ പോലെ ഡിസൈനേഴ്സ് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് വരുന്ന ചില ശീലങ്ങൾ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ, നിങ്ങളുടെ ആ ഒരു പ്രൊഫഷണൽ ആയിരുന്നു. ഇപ്പം നിങ്ങൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ടായിരിക്കും ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഡിസൈൻ കണ്ടിട്ട് ആൾക്കാർ നിങ്ങളെ എന്താ കാറ്റഗറി കോൾ ചെയ്യാനൊക്കെ ശ്രമിക്കും. അപ്പം നിങ്ങൾ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോകേണ്ട ശീലങ്ങൾ എന്തൊക്കെയാണ് ലൈഫിൽ? ലൈക്ക് ഒരു ഡിസൈനറെ സംബന്ധിച്ച് എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ റെഫറൻസ് ടേക്ക് ചെയ്യുക, ലൈക്ക് റിയൽ ലൈഫ് വേൾഡ് ഇൻസ്പയർ ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഡിസൈനെ സംബന്ധിച്ച്, അതെല്ലാം റെഫർ ചെയ്യുക. ലൈക്ക് എൻ്റെ ഒരു റൊട്ടീൻ തുടങ്ങുന്നത് തന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ ഡ്രിബിൾ ഫുള്ള് നോക്കും. ലൈക്ക് ലേറ്റസ്റ്റ് ട്രെൻഡ്സ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് അതിൽ നിന്ന് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ലിങ്ക്ഡിൻ നോക്കാം, പുതിയ പുതിയ കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് നോക്കുന്ന കുറച്ച് പ്ലാറ്റ്ഫോംസ് അല്ലാതെ ഉണ്ട്, അതെല്ലാം നോക്കി അത്യാവശ്യം നമുക്ക് ലേൺ ചെയ്യുക. പിന്നെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, ലൈക്ക് അപ്ഡേറ്റ് ആയിക്കണം എപ്പോഴും. ഇപ്പോൾ കാര്യങ്ങളാണ് അതെല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫീൽഡ് ഔട്ട് ആയിപ്പോൾ ലൈക്ക് പിന്നെ നമുക്ക് ഗ്രോത്ത് കിട്ടത്തില്ല. നമ്മൾ വേറെ MNC ഇവിടെ ജമ്പ് ചെയ്യുമ്പോൾ അത് നമുക്ക് അഫക്റ്റ് ചെയ്യും. സാറിനെ പോലത്തെ ഡിസൈനേഴ്സ് ഈ ലിങ്ക്ഡിൻ അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ എങ്ങനെ നിങ്ങളൊരു പേഴ്സണൽ ബ്രാൻഡിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? ലൈക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി കാണാം. ലൈക്ക് നമ്മൾ സെൽഫ് ബ്രാൻഡിങ് വെരി ഇമ്പോർട്ടൻറ്റ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ലൈക്ക് കൺസിസ്റ്റൻ്റ് ആയി പോസ്റ്റ് ചെയ്യണം. ലൈക്ക് നമുക്ക് ഗെയിൻ ചെയ്ത നോളജസ് നമുക്ക് പീപ്പിൾസോട് ഷെയർ ചെയ്യുക. ലൈക്ക് അതിന് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുവഴി നമുക്ക് കുറച്ച് ലൈക്ക് ഫോളോവേഴ്സ് ഗെയിൻ ചെയ്യാൻ പറ്റും. അതൊരു നമുക്കൊരു വെളിയിൽ നിന്നൊരു ക്ലയൻറ്റ് സൈഡിൽ നോക്കുമ്പോഴും നമുക്കെപ്പോഴും ഒരു ലൈക്ക് ഒരു നോർമൽ പീപ്പിളിൽ നിന്ന് എപ്പോഴും നമ്മൾ ഹൈലൈറ്റ് ആയി നിൽക്കും. അത് നമുക്കൊരു നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടും, നമ്മളുടെ കരിയർ ബേസ് ആയാലും നമ്മുടെ ഫ്യൂച്ചറിൽ എങ്ങനെ നോക്കിയാലും. അപ്പം നമ്മൾ ലൈക്ക് ലിങ്ക്ഡിൻ പോലുള്ള കാര്യം മാക്സിമം യൂസ് ചെയ്യുക. അതിൽ നിന്ന് കുറച്ച് ബ്രാൻഡിങ് ഇമ്പ്രൂവ് ചെയ്യിക്കുക നമ്മുടെ സ്കിൽസ്. അപ്പം അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു റീൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ല ഫോൺ, ഇപ്പം ക്യാമറ നമുക്ക് ഡെയിലി കിട്ടില്ല. അപ്പം ഒരു ഐഫോൺ ഒക്കെ നമുക്കൊരു സിനിമാറ്റിക് ഫീൽഡ് കിട്ടാൻ ഐഫോൺ നമുക്ക് ആവശ്യം. അപ്പം അതുപോലെ നിങ്ങൾ ഡിസൈനേഴ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ലാപ്ടോപ്പ് ഏതായിരിക്കും? ലൈക്ക് എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ മാക് ആയിരിക്കും എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ലൈക്ക് അതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി ഭയങ്കര ഇതായിരിക്കും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ M4 ഒക്കെ ഉണ്ട്, അതിൻ്റെ അത്യാവശ്യം നല്ല അറൗണ്ട് 1 പോയിന്റ് സംതിങ് റേറ്റ് എടുത്തുള്ളൂ. അത് അക്വയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്ന മാക് ആയിരിക്കും. ഇപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി, ഇപ്പോൾ UA നമുക്ക് കുറച്ചും കൂടെ കളറായിട്ടുള്ള എല്ലാം നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് കാണാൻ പറ്റും. അതാണ് ഞാൻ മാക് പ്രിഫർ ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് മാക് ഒന്നും വേണമെന്നില്ല, ലൈക്ക് നോർമൽ ലൈക്ക് ഡെല്ലിൻ്റെ ആയാലും മതി. ഒരു പ്രൊഫഷണൽ മെത്തേഡ് നോക്കുമ്പോൾ മാക് ആയിരിക്കും എപ്പോഴും നമുക്ക് പ്രിഫർ ചെയ്യാം. ചോദിക്കാൻ വേണ്ടെങ്കിലും ഇപ്പം ഒരു ഡിസൈനർക്ക് ശരാശരി എത്ര ഒരു സാലറി ആയിരിക്കും കിട്ടുക? അതും ഡിപ്പെൻഡ് ആയിരിക്കും. ലൈക്ക് നമ്മളൊരു MNC കയറുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു റേഞ്ച് ലൈക്ക് 5 to 8 LPA റേഞ്ച് കിട്ടും. അതേസമയം നമ്മൾ സ്റ്റാർട്ടപ്പിൽ കയറുമ്പോൾ അതിലും കുറവായിരിക്കും. ലൈക്ക് ബേസിക് എന്തായാലും ഒരു 20 ആ റേഞ്ച് ആയിരിക്കും സാലറി കിട്ടാൻ ചാൻസസ് ഉള്ളത്. ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ദി സ്കിൽസും ഇതും നമുക്ക് ഇത് വരും. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ജനറേഷനിൽ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഡിസൈൻസ് നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്തണമെങ്കിൽ ആ അപ്ഡേഷൻ ഒരു പടിക്ക് മുമ്പിൽ എത്തിക്കുന്നില്ല. അപ്പം അതിന് നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്കിൽസ് അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഒക്കെ എന്താ?
അതിന് മസ്റ്റായിട്ട് ചെയ്യേണ്ടത് സോഷ്യൽസ് എല്ലാം അപ്ഡേറ്റ് ആക്കുക. ലൈക്ക് ഇൻസ്റ്റ യൂസ് ചെയ്യുക, ലിങ്ക്ഡിൻ യൂസ് ചെയ്യുക, മീഡിയം യൂസ് ചെയ്യുക, അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. അതിൽ നിന്ന് പുതിയ പുതിയ അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കും. ലൈക്ക് നല്ല നല്ല ഡിസൈനേഴ്സ് എപ്പോഴും അതിലൊക്കെ ഒരു പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് നോക്കി നമ്മൾ ഫോക്കസ് ചെയ്യുക, അത് ഒബ്സർവ് ചെയ്യുക, അത് ഇമ്പ്രൂവ് എടുക്കുക. ഇപ്പൊ നമ്മൾ ഹയറിംഗ് മാനേജേഴ്സിനെ ഏറ്റവും ഇംപ്രസ് ചെയ്ത ആ ഒരു പോർട്ട്ഫോളിയോ എന്തായിരിക്കും? ലൈക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ലൈക്ക് നമ്മളെ കേസിൽ നമ്മൾ റിയൽ ലൈഫ് പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടോ നോക്കും, അതിലായിരിക്കും കൂടുതൽ പോകുന്നത്. ലൈക്ക് ഇപ്പോഴത്തെ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ചെയ്യുന്ന വെച്ചാൽ ലൈക്ക് എന്താ ഫുഡ് ആപ്പ്, ഡെലിവറി ആപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ കാണിയെന്ന് വെച്ചാൽ അതൊരു ടെംപ്ലേറ്റ്സ് ആണ്. അത് ഇത് എല്ലാവരും കോപ്പി ചെയ്ത് അതിനൊരു ഡിമാൻഡ് ഉണ്ട് സത്യം പറഞ്ഞാൽ. അതിന്റെ കാര്യമില്ല. ലൈക്ക് റിയൽ ലൈഫ് പ്രോബ്ലം ഫൈൻഡ് ചെയ്യുക, അതിന് റിസോൾവ് ചെയ്യുക, അത് കേസൊക്കെ ആയിട്ട് ബിൽഡ് ചെയ്യുക, പിന്നെ നല്ലൊരു വിഷ്വൽ ഡിസൈൻസ് അറ്റാച്ച് ചെയ്യുക. അങ്ങനെയൊക്കെ കമ്പനി കൂടുതൽ മാനേജേഴ്സും ഹയർ ചാൻസസ് കൂടുതൽ. ഇപ്പം ഈ ഒരു ഫീൽഡിലേക്ക് വന്ന യങ്സ്റ്റേഴ്സിനൊക്കെ ഉള്ള ഒരു ഡൗട്ട് ആയിരിക്കും, ഇപ്പൊ AI-യുടെ ആ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കര കൂടുതലാണല്ലോ. അപ്പം അത് നിങ്ങൾ ഡിസൈനേഴ്സിനെ എങ്ങനെയെങ്കിലും അഫക്ട് ചെയ്യുമോ? ആക്ച്വലി AI നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്കിപ്പം അറൗണ്ട് 1 or 2 കിട്ടേണ്ട ചില ജോബ്സ് പെട്ടെന്ന് അറൗണ്ട് 50 minutes കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. AI നമുക്ക് ഹെൽപ്ഫുൾ ആണ്. AI ജോബ് പോകുന്ന ചോദിച്ചാൽ ലൈക്ക് പണ്ട് 10 പീപ്പിൾസ് ഒക്കെ ഹയർ ചെയ്യുന്ന സ്ഥലത്ത് പോയി അറൗണ്ട് 2 or 3 അത്ര ഷോർട്ട് ചെയ്യും. അതായിരിക്കും കൂടുതൽ വരുന്നത്. അല്ലാതെ നമുക്ക് ലൈക്ക് AI നോളജ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് അവർക്കായിരിക്കും എപ്പോഴും ഫ്യൂച്ചർ. അപ്പം സാറിന് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഈ ഒരു ഡിസൈനിങ് ഫീൽഡിലേക്ക് വന്ന യങ്സ്റ്റേഴ്സിന് കൊടുക്കാൻ പറ്റിയ ടിപ്സ് എന്തെങ്കിലും? ലൈക്ക് സ്റ്റേ അപ്ഡേറ്റ്. ലൈക്ക് എല്ലാ പ്ലാറ്റ്ഫോംസും യൂസ് ചെയ്യുക, പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയി നോക്കുക. ലൈക്ക് ട്രിപ്പിൾസ് ആയിക്കോട്ടെ, ബിഹാൻസ് ആയിക്കോട്ടെ, മീഡിയം ആയിക്കോട്ടെ, മോപ്പിംഗ്, ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യുക. അതിൽ നിന്നുള്ള നോളജ് ഗെയിൻ ചെയ്യാൻ നോക്കുക, റീഡ് ചെയ്യുക, ബുക്സ് റീഡ് ചെയ്യുക. അതൊക്കെ ആയിരിക്കും കൂടുതൽ ഡിസൈനർക്ക് എപ്പോഴും ബെനിഫിറ്റ് ഉള്ളത്. എന്തായാലും നമ്മളോടൊപ്പം ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് സാറിന്റെ അനുഭവങ്ങളും അതുപോലെ എങ്ങനെ ഒരു നല്ല UI/UX ഡിസൈനർ ആവാമെന്ന് ഒരുപാട് ടിപ്സും ട്രിക്സും ഒക്കെ സാർ നമുക്ക് പറഞ്ഞു തന്നു. അപ്പം ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ യങ്സ്റ്റേഴ്സിനും ഇത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിരിക്കും. അപ്പം സാറിന് എന്തായാലും ഇനി സാറിന്റെ ഒരു ഡിസൈനിങ് വേൾഡിൽ ഒരുപാട് ഹൈ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ നമുക്ക് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.